നമസ്കാരം. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് 2016-ൽ ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന് നൽകിയ പ്രതീക്ഷ എത്രയോ വലുതായിരുന്നു. നിഷ്പക്ഷമതികൾ പോലും പറഞ്ഞു കേരളത്തെ എടുത്തുമറിക്കാൻ കഴിവുള്ള അതീവ ശക്തനായ ധാർഷ്ട്യമുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമാക്കുന്ന ഒരു മുഖ്യമന്ത്രി രാജ്യത്തിനും സംസ്ഥാനത്തിനും വന്നിരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഭാഗ്യമാണ്. നടക്കാത്ത പദ്ധതികൾ നടക്കും, എല്ലാം ശരിയാകും. അന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചും അല്ലാതെയും പത്രത്തിലും മീഡിയയിലും പറഞ്ഞൊരു വാക്കുണ്ട്: ഓരോ ഫയലും ഒരാളിൻ്റെ ജീവനാണ്, അതിൽ കയറി അടയിരിക്കരുത്. വലിയ പ്രതീക്ഷയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവിടെ പഞ്ചിങ് ഏർപ്പെടുത്തി സെക്രട്ടേറിയറ്റിൽ 24 മണിക്കൂറിനകം സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാരും എല്ലാവരും കൂടി ആ പഞ്ചിങ്ങിനടുത്ത് ഊരക്കളഞ്ഞു. അത് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പഞ്ചിങ് ഉണ്ട്, പക്ഷേ അതൊക്കെ യാതൊരു എന്താ പറയുക, ഒരു തത്വദീക്ഷയും ഇല്ലാത്ത രീതിയിൽ പഴയതുപോലെ തന്നെ ആളുകൾ വരുന്നു പോകുന്നു, എല്ലാം ആ രീതിയിലൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ഫയലുകളുടെ മൂവ്മെൻറ്റിലും വന്നിട്ടില്ല. ഇത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ 7 ലക്ഷം ജീവനുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത്, തൂങ്ങിക്കിടക്കുന്നത്. 7 ലക്ഷമാണ്. 7 ലക്ഷം ജീവനുകൾ എന്ന് പറഞ്ഞാൽ 7 ലക്ഷം ഫയലുകൾ. 7 ലക്ഷം ഫയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 പേർ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ 35 ലക്ഷം ആളുകളുടെ ജീവിതമാണ് സെക്രട്ടേറിയറ്റിൽ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് കുരുങ്ങിക്കിടക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ 52% ഫയൽ മാത്രമേ തീർപ്പാക്കാനുള്ള യജ്ഞം നടന്നതിന് ശേഷം തീർന്നിട്ടുള്ളൂ. 48% ഫയലും ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. പോർട്ടൽ തുടങ്ങുമെന്ന് പറഞ്ഞ് പോർട്ടലും തുടങ്ങിയില്ല, ഒരു കോപ്പും തുടങ്ങിയില്ല. 3,55,555 ഫയലുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. 1,58,336 ഫയലുകൾ അദാലത്തിലൊക്കെ തീർത്തു. അതേസമയം വിവിധ വകുപ്പുകളിൽ 9,09,778 ഫയലുകൾ കിടക്കുന്നു. 5,49,267 അദാലത്തിൽ തീർത്തു. അപ്പോഴും അവിടെയും കിടക്കുന്നു 50%-ലധികം ഫയൽ. അങ്ങനെ കേരള സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പുകളിലുമായിട്ട് 52%-ലധികം, അത് പകുതിയിലധികം ഫയലുകൾ കിടക്കുന്നു 10 വർഷമായിട്ട്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ നൂറ്റാണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിനേക്കാൾ വ്യത്യസ്തമായി AI-യുടെ നൂറ്റാണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രോണിക് ഫയലുകളുടെ നൂറ്റാണ്ടാണ്. ഫോട്ടോസ്റ്റാറ്റും ഇമെയിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഇലക്ട്രോണിക് ഫയൽ സിസ്റ്റവും ഇ ഫയൽ മൂവ്മെൻറ്റും അടക്കം സകല സാങ്കേതികവിദ്യയും 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന, ഒരു ഫയൽ ജനറേറ്റ് ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ അത് ഏറ്റവും മുകളിലെത്താൻ കഴിയുന്ന സാങ്കേതികവിദ്യയുള്ള ഈ കാലഘട്ടത്തിലാണ് പിയൂണ് പോലും ഫയൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. പിയൂൺ അവധിയായാൽ പോലും ഫയൽ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ മുകളിലുള്ളവർക്ക് ഫയലുകൾ കാണാൻ കഴിയുന്ന രീതിയിൽ അതീവ രസകരമായ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ആധുനിക കാലഘട്ടത്തിലാണ് ഇത്രയധികം ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത്. എന്താണ് ഇരട്ടച്ചങ്കന് പറയാനുള്ളത്? ഇത് കാരണഭൂതനാണ്, ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്, ജീവിതമാണ്. എന്തൊരു തള്ളിമറിച്ചിലാണ്! ഈ തള്ളിമറിച്ചിലിനിടയിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് 7 ലക്ഷത്തോളം വരുന്ന ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത്. അതിനിടയിൽ പറഞ്ഞ് ജനങ്ങളുടെ പരാതികളിൽ മേൽ നിവേദനങ്ങളിലും വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ പ്രത്യേക പോർട്ടൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ഇലക്ട്രോണിക് പോർട്ടൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ പരിപാടിയും എങ്ങുമെത്തിൽ IT വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർദ്ദേശമെങ്കിലും ഒന്നും നടന്നില്ല. IT വകുപ്പ് എന്തിനാണ് ഇവിടെ ഒരു IT വകുപ്പ്? IT വകുപ്പിനൊരു മന്ത്രി, IT വകുപ്പിനൊരു സെക്രട്ടറി, പിന്നെ ഡിജിറ്റൽ സർവകലാശാല, TMK, എന്തൊക്കെയാണ് ഇവിടെ? കെൽട്രോൺ, ഇല്ലാത്തതൊന്നുമില്ല, പക്ഷേ കാര്യത്തിലും ഒന്നുമില്ല എന്നുള്ള നിലയിൽ 7 ലക്ഷത്തോളം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. അതിനകത്ത് ആളുകളുടെ ചികിത്സാ സഹായം കാണും, ക്യാൻസർ ചികിത്സാ സഹായം കാണും, കാരുണ്യ ചികിത്സാ സഹായം കാണും, അതുപോലെ തന്നെ പഠനത്തിൻ്റെ സഹായം കാണും, വസ്തുവിൻ്റെ പ്രശ്നങ്ങൾ കാണും, ട്രാൻസ്ഫർ കാണും, പ്രൊമോഷൻ കാണും. ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുന്ന വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ 100 കണക്കിന് കാണും. അങ്ങനെ 7 ലക്ഷത്തോളം ഫയലാണ് സെക്രട്ടേറിയറ്റിൽ നീണ്ടു കിടക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആലസ്യം വന്നതുകൊണ്ട് ആരാണ് മുഖ്യമന്ത്രി അടുത്തതെന്നും ആരാണ് മന്ത്രിസഭ നടത്തുന്നത് അറിയാനുള്ള ആകാംക്ഷയിലായതുകൊണ്ട് ഉദ്യോഗസ്ഥർ വീണ്ടും ചവിട്ടിപ്പിടിക്കും ഫയൽ. സെക്രട്ടേറിയറ്റിൽ ഫയൽ കയറിയാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വകുപ്പിലോ സ്ഥാപനങ്ങളിലോ ഉണ്ടെങ്കിൽ മാത്രമേ ഫയൽ പൊങ്ങൂ. ഫിനാൻസിലെങ്ങാനും ഫയലായിപ്പോയാൽ പിന്നെ പിന്നെ കുടത്തിലടച്ച ഭൂതത്തെ പോലെയാണ് അതവിടെ നിന്ന് ഇറങ്ങുക. പ്രയാസമാണ്. ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ A, B, C, D എന്നൊക്കെ പറഞ്ഞ് കുറേ വിഭാഗങ്ങളുണ്ട്.
എല്ലാം ഉടായിപ്പാണ്. അവിടെ ചെന്നാൽ ഒരു ഫയലും പുറത്തിറങ്ങത്തില്ല. വെറുതെ അടയിരിക്കും, ഫയലിൻ്റെ പുറത്ത് കയറി അടയിരിക്കും. അനുഭവങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. യാതൊരു ജോലിയും ചെയ്യാതെ അടയിരിക്കുന്ന എത്രയോ ഓഫീസർമാരുണ്ട്. ഫയൽ വിടൂല, ആരൊക്കെ പറഞ്ഞാലും വിടത്തില്ല. വലിയ സമ്മർദ്ദം വരുന്ന ഫയലുകൾ മാത്രം വിടുന്ന എത്രയോ വകുപ്പുകളുണ്ട്. ഒരു കാര്യമില്ലാതെ ഫയലിൽ കയറിയിരിക്കുക. ഈ തമാശകൾ പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ 2 തരം താരിഫുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പേ റിവിഷൻ വരുമ്പോൾ സ്പെഷ്യൽ പേ ഒക്കെ ഉള്ള ഡിവിഷനുണ്ട് അവിടെ. അങ്ങനെയുമുണ്ട് സെക്രട്ടേറിയറ്റിൽ. അതെല്ലാം അവർ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് AC അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ഒപ്പിച്ചെടുത്തൊരു വിഭാഗമുണ്ട് അവിടെ. ഫിനാൻസിൻ്റെ ഒരു വിഭാഗത്തിൽ സെൻട്രലൈസ്ഡ് AC ആണ്. ബാക്കി സ്ഥലങ്ങളിൽ ബാക്കിയുള്ളവർ ചൂട് കൊണ്ടിരുന്നോണം. അത് കഴിഞ്ഞിട്ടോ സ്പെഷ്യൽ പേ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും കൊടുത്തതിനോ, അവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തതിനോ, അല്ലെങ്കിൽ AC ആക്കി കൊടുത്തതിനോ, സ്പെഷ്യൽ പേ കൊടുക്കുന്നതിനോ, അല്ലെങ്കിൽ അരിയർ ഒന്നിനും ഒരു തടസ്സമില്ല. പക്ഷെ പറഞ്ഞത് നടക്കേണ്ടത് നടക്കാതിരിക്കുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതല്ലേ? എന്തിനാണ് ഈ ഭരണവ്യവസ്ഥ? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് 40% തുക കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യവും 28% തുകയെ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം ഈ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഇപ്പോഴും DPCകളും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ചെയർമാനായും കളക്ടർ കൺവീനറുമായിട്ടുള്ള DPCയുമുണ്ട്, DDCയുമുണ്ട്, ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കൗൺസിലുമുണ്ട്. അതിൽ MLAമാരും MP മാരും അടങ്ങുന്ന DDCയുമുണ്ട്. DDCക്കാണ് കൂടുതൽ അധികാരവും. അപ്പോൾ DDCയും DPCയും മെർജ് ചെയ്യാൻ പോലും കഴിയാത്ത പുതിയ സാഹചര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ വർത്തമാനം പറയുന്നതിന് ഒരു കുറവുമില്ല, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്. ഫയലുകളുടെ കാര്യത്തിൽ, ഫയൽ മൂവ്മെൻ്റ് കാര്യത്തിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഏകോപനത്തിൻ്റെ കാര്യത്തിൽ, പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ യാതൊരു വിധത്തിലുള്ള ഒരു ഏകോപനമില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇത് ഞാൻ കൃത്യമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്നത്തെ പത്രങ്ങളിൽ തന്നെ അതിൻ്റെ ന്യൂസുകൾ വന്നിട്ടുണ്ട്. വളരെ കൃത്യമായി വാർത്തകൾ വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിനെതിരെ വർത്തമാനം പറയുന്നതല്ല. അവസാന കാലത്ത് സ്റ്റോക്ക് എടുക്കും. ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഓരോ വകുപ്പിൻ്റെയും, ഓരോ മന്ത്രിമാരുടെയും, ഓരോ MLAമാരുടെയും, ഓരോരുത്തരുടെയും ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കും എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുമ്പോൾ സമ്പൂർണ്ണ പരാജയമാണ് ഫയൽ നീക്കത്തിലെന്ന് പറയുമ്പോൾ എന്താണ് പിണറായി വിജയന് പറയാനുള്ളത്? വീണ്ടും ഞങ്ങൾ ഫയൽ ഇനിയും നീക്കുമെന്നും IT കൊണ്ടുവരുമെന്നും IT നയം കൊണ്ടുവരുമെന്നും എന്തൊക്കെയാണ് ഇവിടെ തള്ളിമറിക്കുന്നത്? ഡിജിറ്റൽ കേരള എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ഡിജിറ്റൽ? ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ തൂങ്ങിക്കിടക്കുന്നു. ആ ഓരോ ഫയലും ഓരോ ജീവനാണ്. ആ ഫയലിൻ്റെ അടിയിൽ ജീവനെ വെച്ചിട്ട് ജീവൻ്റെ തലകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അന്തി ഉറങ്ങുന്ന സെക്രട്ടേറിയറ്റുകാരും വകുപ്പ് മേലധ്യക്ഷൻ, മറ്റ് സ്ഥാപനങ്ങളിലെ വകുപ്പ് അധ്യക്ഷന്മാരും നിങ്ങൾക്ക് നല്ല നമോവാഹം. എന്താണ് സംഭവിക്കുന്നത്? ശമ്പളത്തിന് കുറവില്ല, ഒന്നിനും ഒരു കുറവുമില്ല. കുറവുള്ളതാകെ ജോലിക്ക് മാത്രമാണ്.